അസ്സലാമു അലൈക്കും. സ്പ്രിംഗ് വേയിലെ എല്ലാ മെമ്പേഴ്സിനും അതേപോലെ തന്നെ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മൾ സ്പ്രിംഗ് വേൽ ആപ്പ് ഉപയോഗിച്ചിട്ട് പുതിയൊരു ID ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ആരെ താഴെയാണോ അണ്ടറിലാണോ ID അടിക്കേണ്ടത് അവർ ID അടിക്കുക. SW അതവിടെ ഓക്കെ. SW ID അടിച്ചു. 170 871 ഓക്കെ. പാസ്വേഡ് കൊടുത്തു. അതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത് വന്നു. സജിൻ എന്ന് പറഞ്ഞ ആളെ അണ്ടറിലാണ് നമ്മൾ ആളെ തരുന്നത്. അപ്പോൾ റെഫറൽ ലിങ്ക് നെക്കിയിട്ട് റെഫറൽ ലിങ്ക് ഓൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അവിടെ നമ്മൾ ആ ട്രാൻസാക്ഷൻ റെഫറൽ ID ഒന്നും കൂടി എൻ്റർ ചെയ്യുക. പിന്നെ പുതിയ ആളുകളെ പേര് നഫീസ, പുതിയ ആളെ പേരിൽ അവിടെ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ. അതിനുശേഷം പിൻകോഡ് ഏത് ജില്ലയാണോ, അപ്പോൾ ഒരു മലപ്പുറം ജില്ലയാണ്, അപ്പോൾ മലപ്പുറം ജില്ല കൊടുത്തു. പിന്നെ ഒരു സെറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ. അപ്പോൾ രജിസ്റ്റർ കൊടുത്താൽ നമുക്ക് ഇങ്ങനൊരു വെൽക്കം സർട്ടിഫിക്കറ്റ് കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കിട്ടിയില്ല, സ്ക്രീൻഷോട്ട് അപ്പം എടുക്കണം, അപ്പോൾ കിട്ടുള്ളൂ. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ചെയ്തിയ സജിൻ എന്ന വ്യക്തിയുടെ ടീമിലായ ആ വ്യക്തി നഫീസ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെയാണ്. അവർ നഫീസ എന്ന് പറഞ്ഞ ആൾ സജിൻ്റെ ടീമിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് സക്സസ് ആയേ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ID എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മൾ എൻ്റെ വാലറ്റിലാണ് എമൗണ്ട് വന്ന് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ID അടിച്ചു കൊടുക്കുക. ഓക്കെ. അത് ലോഗിൻ ചെയ്തതിന് ശേഷം മൈ ഇൻകത്തിൽ കണ്ടോ എമൗണ്ട് വന്നെടുക്കുന്ന ആക്ടിവേഷൻ വാലറ്റിൽ അവിടെ ആക്ടിവേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ 4 ഡിജിറ്റ് 5 6 7 8 9 എന്നുള്ള നമ്പർ നോക്കി കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഏത് ID ആണോ ആക്ടിവേഷൻ ചെയ്യേണ്ട ആ ID അടിക്കുക. ഓക്കെ. അതിനുശേഷം സെർച്ച് കൊടുക്കുമ്പോൾ മുഹമ്മദ് സ്വാലിഹ് എന്ന വ്യക്തിയുടെ ID ആണ്. അപ്പോൾ അത് ഇന്നാക്റ്റീവ് എന്നുള്ളത് പ്രസ് ചെയ്താൽ ആക്ടിവേഷൻ സക്സസ് ആയി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ID ആക്റ്റീവ് ആണെന്ന് അവിടെ കാണിച്ചെങ്കിലും നോർമൽ അത് ആക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ ബാക്ക് അടിച്ച് വന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ID തന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ID ആക്റ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ. മുഹമ്മദ് സ്വാലിഹ് കണ്ടോ ആക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്.